ഇത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ബ്ലോക്കിലെ പാലപ്പെട്ടി എന്ന് പറയുന്ന പ്രദേശമാണ്. എൻ്റെ ജീവിതത്തിലെ ഉദ്യോഗപരമായ എക്സ്പീരിയൻസ് തുടങ്ങുന്നത് ഈ പ്രദേശത്ത് നിന്നാണ്. അതായത് 1/4 നൂറ്റാണ്ട് മുമ്പുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. വർഷങ്ങൾ പലതും പഴക്കമുള്ളൊരു ഖബർസ്ഥാനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വികസനത്തിൻ്റെ ദേശീയപാത കടന്നു പോകുന്നത് നമ്മുടെ പൂർവികരായ പലരുടെയും തലക്ക് മുകളിലൂടെയാണ്. ഈ വിശ്രമസ്ഥാനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലെങ്കിലും സങ്കടകരമായ ഒരു കഥ എനിക്ക് പറയാനുണ്ട്. പ്രസിദ്ധമായ വിളക്കത്തിരിക്കൽ പ്രക്രിയയിലൂടെ വിജ്ഞാനത്തിൻ്റെ ഉത്തുംഗത അടയാളപ്പെടുത്താൻ ആഗ്രഹിച്ച് പരദേശങ്ങളിൽ നിന്ന് പോലും മലബാറിൻ്റെ സ്വന്തം മക്കയിലേക്ക് വിജ്ഞാനദാഹികളുടെ പ്രയാണം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 4 നൂറ്റാണ്ട് തികഞ്ഞ സമൃദ്ധ ഭൂതകാലം നമുക്കേവർക്കും സുപരിചിതമാണല്ലോ. ഇന്നത്തെ പോലെ ജനവാസയോഗ്യമല്ലാതിരുന്ന അക്കാലത്ത് ശൂന്യതയുടെ നിബിഡതയിൽ പതിയിരുന്നക്രമിക്കാനും ജീവഹാനി വരുത്താനും മടിയേതുമില്ലാത്ത കൊള്ളസംഘങ്ങളുടെ സങ്കേതങ്ങളായിരുന്നു ഇവിടം. ദീനറിവിൻ്റെ കെട്ടുപാണ്ഡങ്ങളും തലയിൽ പേറി പണ്ഡിത സൂരികളുടെ സഹവാസവും കൊതിച്ച് കാൽനട കൊണ്ട ഒരു പുണ്യപുരുഷന് ഈ മണ്ണിൽ വെച്ച് നേരിടേണ്ടി വന്നത് നിർദയവും വേദനാജനകവുമായ ദുരനുഭവങ്ങളാണ്. ആ പുണ്യനിണം കൊണ്ട് ഈ മണ്ണ് ചെങ്കണ്ണീരണിഞ്ഞു എന്നാണ് പഴമൊഴി. ആ പുണ്യാത്മാവ് ശാന്തനിദ്ര കൊള്ളുന്നത് ഈ മണ്ണിലാണെന്നാണ് എൻ്റെ കേട്ടറിവ്. സത്യമാണെങ്കിലും അല്ലെങ്കിലും ഈ കേട്ടറിവ് ഒരു നൊമ്പരമാണ് ഇതിലൂടെ കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളിലും. വെളിയങ്കോട് സിയാറത്തിന് വരുന്ന പലരും പുത്തമ്പള്ളിയിലേക്ക് പിന്നെ എങ്ങനെ പോകണം എന്ന് ചോദിക്കുന്നത് സാധാരണമാണ്. വെളിയങ്കോട് നിന്നും ചാവക്കാട് പോകുമ്പോൾ ഈ കാണുന്ന പള്ളിയുടെ എതിർവശത്ത് ഇടതുവശത്തായി ഒരു എക്സിറ്റ് കാണാം. അതും കടന്ന് മുന്നോട്ട് പോയാൽ പാലപ്പെട്ടി അങ്ങാടിയിൽ നിന്നും അണ്ടർപാസിനോട് ചേർന്ന് ഇടതുവശത്തേക്ക് പോകുന്ന റോഡാണ് പുത്തമ്പള്ളിയിലേക്ക് പോകുന്ന വഴി. സാത്വികരും പണ്ഡിതരുമായ വിശിഷ്ട വ്യക്തികളുടെ വിശ്രമസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നത് മനസ്സ് നന്നാകാനും മരണചിന്ത വർദ്ധിക്കാനും കാരണമാകും. നിഷിദ്ധങ്ങളോട് അകലം പാലിക്കാനും പുണ്യങ്ങളെ പുൽകാനും നല്ല അറിവോടുകൂടി തന്നെയാകണം ഇത്തരം യാത്രകൾ സംഘടിപ്പിക്കുന്നത്. പാലപ്പെട്ടിയിൽ നിന്നും സ്നേഹപൂർവ്വം ഫൈസൽ വടപുറം.